ഓണന്ന് ജസ്റ്റ് സദ്യയൊക്കെ കഴിച്ച എല്ലാവരും. അപ്പോ നമ്മള് എല്ലാവരും ഒന്ന് വെറുതെ കൂടാണ്, ജസ്റ്റ് സദ്യയൊക്കെ കഴിച്ചിട്ട്. പിന്നെന്താ നമ്മുടെ ഫാമിലി എല്ലാവരും, ദൂരെയുള്ള ഫാമിലികളും എല്ലാവരും കൂടെ ഒന്ന് കൂടി ചേരാന്ന് കൂടെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞങ്ങൾ അധികം പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ട. ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ കണ്ടുവരി. അപ്പൊ എന്നാ ശരി, ഞങ്ങളുടെ വീട്ടിൽ കഴിക്കുന്ന അവയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോന്നും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവയിലും പിന്നെ എന്താ രസം പിടിക്കും. പച്ചക്കറികളൊക്കെ മുറിക്കണം നമ്മൾ കണ്ടു. അപ്പൊ ഇനി അതൊക്കെ മമ്മി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം. മമ്മി കൂടിയപ്പോ പിന്നെ നമ്മൾ എന്താ ഉണ്ടാക്കുന്നത് അറിയോ അല്ലെ? ഇതാ ഈ രസം ആവോ നോക്കാം. എന്നിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ കുട്ടികളുടെ പോകണം. അടുത്ത് ഐഷും ഹനീമിന്റെ അടുത്ത് പോകണം. എന്നിട്ട് പിന്നെ അവിടെ നമുക്ക് അവരുടെ കുട്ടികളുടെ പോകണം. റിയ അനീഫിന്റെ അടുത്ത് പോകണം. അവരൊക്കെ എന്തൊക്കെ നമുക്ക് കാണാം. സോറി ഞാൻ നോക്കി പോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഓണൊക്കെയാണ്. അപ്പൊ ഞങ്ങളും വിചാരിച്ചു ഓണം ആഘോഷിക്കാണ്. ഇപ്പൊ നിങ്ങള് മീന്റെ വീട്ടിലതൊക്കെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അടുത്തത് ഐഷുവിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയോക്കാം. നമ്മളിപ്പോ ഐഷു ഹനീമിന്റെ വീട്ടിൽ പോവാണ്. ഫുള്ള് ഹണിയ ഉണ്ടാക്കിങ്ങനെ കുച്ചിക്കറി. ഓക്കെ സോറി പൊട്ടേറ്റോ. അതൊക്കെ ഫുള്ള് ഓണം വൈബാണ്. ഐശ്വര്യ മറ്റോ ആക്ച്വലി ട്യൂഷനായിട്ട് അച്ചു പഠിക്കാണ്. നമുക്ക് ഐശ്വര്യ എവിടെ നോക്കാം. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഹനീമ കാണിച്ചു തന്നു. ഞാനാണ് പൊട്ടാറ്റോ എന്നത്. പിന്നെ പണി ടേബിളിലുള്ള സാധനങ്ങൾ. ഇനി പറയുന്നത്തെ നമ്മള് എന്തൊക്കെയാണ്, നമ്മൾ ഇന്നൊരു ചെറിയ പരിപാടിയാ പറഞ്ഞു അല്ലേ? നമ്മളൊന്നുകൂടി ഒരു സന്തോഷം എല്ലാവരും ഉള്ളപ്പോ ഒന്ന് കൂടാൻ വേണ്ടിട്ട് അത്രയുള്ളൂ ഒന്ന് ചെയ്യുന്നത്. അപ്പോ നമ്മളിങ്ങനെ എല്ലാവരും ഓരോ വീട്ടില് അങ്ങനെയല്ല ഫുഡ് ഉണ്ടാക്കിയതൊക്കെ നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കിയത് നമുക്ക് പോകണം. വീട്ടിൽ പോകണം. ഓക്കെ ഞങ്ങളുടെ വീട്ടില് കൂട്ടുകറി പൊട്ടാറ്റോ ഫ്രൈ. പിന്നെ അപ്പുറത്തെ വീട്ടില് പാലടപ്പായസം രസം. ഞങ്ങളാ നമ്മളിപ്പോ അപ്പുറത്തെ വീട്ടിലത്തെ കുട്ടീന്റെ വീട്ടിൽ പോവുകയാണ്. അപ്പൊ അവിടെ എന്തൊക്കെയാ ഉണ്ടാക്കണം നോക്കട്ടെ. അപ്പൊ പോവാ. വേറൊരു അക്കൗണ്ടിന്റെ അതവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നൊക്കെ അവിടെ എന്തൊക്കെയാ സദ്യന്റെ എന്തൊക്കെയാ കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിലൊക്കെ കിച്ചണില് പോയി നോക്കാം. പൈനാപ്പിൾ പച്ചടിയാണ്. ടേസ്റ്റ് നോക്കിയാ അവിടെ തന്നെ വെച്ചോ. വേണ്ട നമ്മൾ കൈ വെട്ടും. പൈനാപ്പിൾ പച്ചടി. സാമ്പാറുണ്ട്. ഇതെന്തോ പായസത്തിനാണ്. ഇതോ പായസല്ലേ? എനിക്കറിയില്ല. എനിക്ക് കഴിക്കാനുള്ള അറിയാം നമുക്ക് അല്ലേ? പത്തിന്ന് എന്താണ് ഫൈവ് നമ്മൾ ചെയ്യണേ? എന്ത് സദ്യ തന്നെ? പിന്നെ എന്തൊക്കെ ഉണ്ടാവുക സദ്യയില്? ഇരിക്കും ചോദിക്കാം. ആ പിന്നാണ് കുട്ടി. ഓക്കെ ആരുടെ തൈര് ഇരിക്കും. പിന്നെ ഇരിക്കും. ആ പിന്നെ എന്തൊക്കെ ഉണ്ടാവുക? ഓക്കെ ഏതിന്റെ? പൈനാപ്പിൾ കിച്ചടി. പച്ചടി. സോറി പച്ചടിയാണ്. കൂട്ടുകാരാ മറന്നോ? അടുത്ത് നമ്മള് പോണത് കുട്ടീന്റെ വീട്ടിലേക്കാണ് പോണേ. അപ്പൊ എന്റെ വീട്ടിലേക്കാണ് അടുത്തത്. Five, are you ready? Yes. Are you excited? Yes.
ഗൈസ് നമ്മള് പൂക്കളൊന്നും ഇട്ടിട്ടില്ല അല്ലേ? പക്ഷെ ഗൈസ് ഞങ്ങളിവിടെ ഓണത്തിനുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഒന്നിന് 50 രൂപ വെച്ചിട്ട് വേണ്ടവർ പറഞ്ഞാൽ മതി. ഞങ്ങള് കൊറിയർ അയച്ചുകൊണ്ട് അപ്പൊ ഗൈസ് നമ്മള് അടുത്തത് നമ്മള് റിയന്റെ വീട്ടിൽ പോണ്. ചോറ് മാത്രമേ ഉള്ളൂ, അവിയല് മോൾക്ക് കൊണ്ടുപോയിട്ടോ. ഓക്കെ, ഇവിടെ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു. കാബേജ് ഉപ്പേരി. അപ്പൊ ഗായ്സ് ഞങ്ങൾ ആർക്കും എല്ലാം പോകുന്നില്ല. ഞങ്ങൾ വേണ്ടത് പഠിക്കാൻ കുറെ വാഴ നമുക്ക് വാഴ ആവശ്യമുണ്ട്. വലിയൊരു വാഴ കൂടി ഉണ്ട്. പക്ഷെ എന്നാലും തല മുറിക്കാം. അപ്പൊ നമ്മള് വാഴന്തലൊക്കെ വെട്ടിട്ടോ. അപ്പൊ ഗായ്സ് ഇനി ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റിട്ട് തരാം. അപ്പോൾ ഞമ്മളിപ്പോ ഫുഡൊക്കെ കാണിച്ചു തന്നു. ഞങ്ങള് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം ഗായ്സ്. ഗായ്സ് ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് തരാം. പപ്പടം എന്താ കടന്നിക്ക് ഇന്നത്തെ ഞങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാരും ഞങ്ങളെ വിശേഷങ്ങളൊക്കെ കണ്ടു വിചാരിക്കണം. ഞങ്ങളാണ് സത്യം പറഞ്ഞ ഈ ഒരു പ്ലാന് കൊണ്ടത്. യെസ് ഗായ്സ്. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ബെൽ ഐക്കൺ ടിങ് ടിങ് ടിങ്